നന്ദൻ കഴിഞ്ഞ ദിവസം ഒരു പ്രേതത്തെ കണ്ട് ബോധം കെട്ടുന്നു. ആ പ്രേതം ഋഷിയുടെ പ്രേതമാണെന്നൊക്കെ. ഋഷിയുടെ പ്രേതോ? ഒരു സംസാരം കേട്ടതാന്നേ. പ്രഭാവതി ചേച്ചിയെ ഫോൺ ചെയ്തപ്പോ പറഞ്ഞതാ. ഇയാൾക്ക് തലയ്ക്കെന്താ ഓളോ? പ്രേതം. ഇയാൾക്ക് വാ അടച്ച് വെറുതെ ഇരുന്നൂടെ? ഈശ്വര, ഞാനിതെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക? എന്റെ സിപി, അമ്മയാണ് സത്യം. നന്ദൻ പ്രേതത്തെ കണ്ടു. പ്രേതം യക്ഷിക്ക് ഉണ്ട് സിപി. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ പ്രേതങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പെൺപ്രേതങ്ങളാണ് ആൺപ്രേതങ്ങളെക്കാളും ടെറർ. രാത്രി 12 മണിക്ക് ഇടവഴിയിൽ വെച്ച് ആൺപ്രേതങ്ങളെ കണ്ടാലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ പെൺപ്രേതങ്ങൾ അങ്ങനെയല്ല, ചോര കുടിക്കും. അതുപോലെ പെൺപ്രേതങ്ങൾ പാട്ട് പാടും. ആൺപ്രേതങ്ങൾക്ക് അതിനുള്ള കഴിവ്. ഞാൻ ഇത്ര നേരം ആരോടാ സംസാരിച്ചു? എന്റെ ത്യാഗരാജ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ എന്റെ സ്വഭാവം മാറ്റണം. എന്റെ പൊന്ന് സിപി, ഞാൻ കാര്യമാണ് പറയുന്നത്. അന്ന് മീരയുടെ ആത്മാവ് വന്നു. ഇന്നിപ്പോ ഋഷിയെ പോലുള്ള ഒരാളുടെ ആത്മാവിനെ നന്ദൻ കണ്ടത്. എനിക്കിത് മാഡത്തെ അറിയിക്കണം. മാഡം ഒന്നാമതെ വിഷമിച്ചിരിക്കുക. ഇനി ഇതും കൂടെ കേട്ടാ മാഡത്തിന് ഭ്രാന്താവും. പ്രേതം മരണപ്പെടാത്ത ആളെങ്ങനെയാടോ പ്രേതമായിട്ട് മാറുന്നത്? അയ്യോ, ഋഷി എപ്പോഴാ? മാഡം വന്നു. പറഞ്ഞറിയാലോ, ആവശ്യമില്ലാത്ത ഒരു കാര്യവും വേണ്ടി പോരുത്. അല്ല, അത് എനിക്ക് പക്ഷെ ഇത് മാഡത്തോട് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല സിപി. ശ്വാസം മുട്ടും. താൻ ഋഷിയുടെ പ്രേതമെന്ന് ഒറ്റ പറഞ്ഞ തനിക്ക് പിന്നെ ശ്വസിക്കേണ്ടി വരില്ല. തന്നെ കൊന്നുകളയും. നമസ്കാരം മാഡം. ത്യാഗരാജൻ നേരത്തെ വന്നോ? ഇല്ല മാഡം, കുറച്ചു നേരമേ ആയുള്ളൂ. ഞാൻ മാഡത്തെ കാണാൻ വന്നത് ചില രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി. രഹസ്യമായിട്ട് അറിഞ്ഞ കാര്യങ്ങളോ? അതെന്താണ്? അല്ല, അത് പിന്നെ അത് അല്ല, ഒന്നുമില്ല. പക്ഷെ ഉണ്ട്, ഈ പ്രേതലോകം എന്നൊരു ലോകം ഉണ്ടല്ലോ. ഈ മരിച്ചവരെ കാണാൻ പറ്റുന്നൊരു ലോകം. എന്താ മാഡം? ഇയാളുടെ തലയുടെ നട്ട് ന്യൂസാ. മാഡം മൈൻഡ് ചെയ്യണ്ട. നന്നായിട്ട് തൊഴാൻ പറ്റുമോ മാഡം? നന്നായിട്ട് തൊഴാൻ വേണ്ടിയാ പോയത്. പക്ഷെ അവിടെ ദേവികയെ കണ്ടു. അതോടെ മനസ്സൊന്ന് പതറിപ്പോയി. മനസ്സ് പതറും. അതിന് തകിട് ജപിച്ച് കിട്ടുന്നതാണ് ബെസ്റ്റ് മാഡം. വെറുതെ ഇരിക്കും തയ്യാറായ. ദേവിക എന്ത് പറയുന്നു മാഡം? മുമ്പ് പറഞ്ഞതൊക്കെ തന്നെ. ഡിവൈഎസ്പിയെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ ഋഷിയെ കാണാതായതില് അവക്ക് നല്ല വിഷമമുണ്ട്. നമുക്ക് ഓജോ ബോർഡ് പരീക്ഷിച്ചാലോ മാഡം? ത്യാഗരാജൻ എന്താ പറയുന്നേ? ഋഷിയെ കാണാൻ ഓജോ ബോർഡ് പരീക്ഷിക്കണമെന്നോ? അതെ അതെ അതെ. എന്നുവെച്ചാ ഋഷി മരിച്ചു എന്നോ? എന്റെ ഋഷി ജീവിച്ചിരിപ്പില്ല എന്നാണോ ത്യാഗരാജൻ പറയുന്നേ? ആണോന്ന്? മാഡം പോട്ടെ. ഇയാൾ കുറച്ചു ദിവസമായിട്ട് ആകെ വട്ടുപിടിച്ച് നിൽക്കുക. മാഡം മാഡം, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോകുമ്പോഴും ഒരു പിടിവള്ളിക്ക് വേണ്ടി കൈകാലിട്ട് അടിക്കുക ഞാൻ. അതെ. അപ്പോഴാ ഒരു ഓജോ ബോർഡും പ്രേതലോകവും. ശബ്ദം. പ്രേതലോകം എന്ന് പറഞ്ഞപ്പോ അടയാളം കിട്ടി മാഡം. അത് പൂച്ച എന്തോ പാത്രം തട്ടിയിട്ടതാ. മാഡം മാഡം, അയ്യോ മാഡം, മാഡത്തിനൊരു പേടിയില്ലേ? സിപി, പ്രേതമുണ്ട്. മിണ്ടാതിരിക്കണോ?